കേസ് അല്ലെങ്കിൽ അത് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ്. PCC പ്രസിഡന്റ് തങ്കപ്പൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ശ്രീ തങ്കപ്പൻ, ഇവിടെ ഇദ്ദേഹം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ എന്നതൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ പോലും ആർ ടി ഒയുടെ റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് കൃത്യമായി ഭൂമി വ്യാജ രേഖകൾ ഉൾപ്പെടുത്തിയാണ് ആധാരം നടന്നിട്ടുള്ളത്. റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലടക്കം ഇത് മിച്ചഭൂമിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് നൽകുന്നില്ല. അത് എത്രത്തോളം ഗുരുതരമായ ഒന്നാണ്? അതിൽ ഈ കള്ളത്തരം കണ്ടുപിടിച്ച അവിടുത്തെ വില്ലേജ് ഹൗസിന് ആദ്യം സ്ഥലം മാറ്റി. അവിടെ സതീഷ് എന്ന് പറയുന്ന ലോക്കലായിട്ടൊരു വില്ലേജ് ഓഫീസർ വ്യക്തമായിട്ട് അറിയാമായിരുന്നു മിച്ചഭൂമിയാണെന്ന്. അയാളെ ആദ്യമേ സ്ഥലം മാറ്റി. അതിന്റെ അയാൾ സ്ഥലം മാറ്റി. അയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ ഇവർ ഉടൻ സ്ഥലം മാറ്റി. 2, ഇത് ചെയ്ത ആളുകൾക്കെതിരെ നടപടി വേണം. ഇല്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. അതാണ് നേരത്തെ ഈ പ്രസാദ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് അവിടെ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊന്നും ഈ ഉദ്യോഗസ്ഥരെ കുറിച്ചൊന്നും പരാമർശിച്ച് കാണുന്നില്ല എന്നാണ് ഇല്ല. 100% ഇത് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ആദ്യം സസ്പെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് 100% ഇത് അപ്പുസ്വാമി പറയുന്ന ഒരു ആൾറെഡി ആയിരുന്നു മിച്ചഭൂമി. ഇവരുടെ തൊട്ട് വീടുകാരെ ജയൻ പറയുന്ന അയാളുടെ അച്ഛൻ അപ്പുസ്വാമി പറയുന്ന ഒരാളുടെ ആയിരുന്നു ഈ ഭൂമി. ഇത് ഇവര് വ്യാജരേഖ ഈ ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഉണ്ടാക്കിയിരിക്കുക. അത് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥനായ സതീശൻ പറയുന്ന വില്ലേജ് ഓഫീസർ ഉടൻ സ്ഥലം മാറ്റിയത്. അയാൾ ലോക്കൽ വില്ലേജ് ഓഫീസറായിരുന്നു. ഇത് രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. അത് ഇവിടെ മാത്രമല്ല, മൊത്തമായിട്ട് ആ സെക്രട്ടറിയെ കുറിച്ചും ഏരിയ സെക്രട്ടറിയെ കുറിച്ചും മുഴുവൻ അന്വേഷിച്ചാൽ അയാളുടെ സ്വത്തിനെ കുറിച്ച് അയാൾ ഉണ്ടാക്കിയ ഇത് മാത്രമൊന്നുമല്ല, ധാരാളം കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ന്യൂസ് അന്വേഷിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. തീർച്ചയായും പ്രസാദ് ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രസാദ് അന്വേഷിക്കുകയും ചെയ്യും. ഒപ്പം താങ്കളോടുള്ള മറ്റൊരു ചോദ്യം, ഈ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ ഇത്തരത്തിൽ ഒക്കെ കൃത്രിമം നടത്തുകയോ മിച്ചഭൂമി തട്ടിയെടുക്കുകയോ ചെയ്യുമ്പോഴൊക്കെയാണ് പ്രതിഷേധങ്ങൾ ഉയരുക. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർക്കൊക്കെ എതിരെയാണ് ഈ വാർത്ത. ഞാനാണെങ്കിൽ പറയും, നമ്മൾക്കിപ്പോ സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ ആദ്യം പറയുന്നത് ഞങ്ങളായിരിക്കും. ഈ അഴിമതി കാണിച്ച ആരായാലും ഒരു കാരണവശാലും അവരോട് നമ്മൾ ദയാദാക്ഷിണ്യം കാണിക്കില്ല. ഇപ്പോൾ എന്റെ ചോദ്യം, താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ വിയോജിപ്പും എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഈ വിഷയത്തിന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടുണ്ടാവും, ഷുവറായിട്ടുണ്ടാവും. ഞങ്ങൾ ഈ ഭാരത് ജോഡോ യാത്രയിലായിരുന്നു. ആ സമയത്തായിരുന്നു അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആ തിരക്കിലാക്കി പോയിന്നേ ഉള്ളൂ. 100% ഇത് പ്രതിഷേധം അവിടെ ഉണ്ടാവും. ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ശ്രീ തങ്കപ്പൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ EN സുരേഷ് ബാബു, CPIM ജില്ലാ സെക്രട്ടറി, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേഷ് ബാബു, ഈ ഭൂമി തട്ടിയെടുത്തതാണ് എന്ന് റവന്യൂ വകുപ്പ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോഴും ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. ഈ പാർട്ടി നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഭൂമി തട്ടിയെടുക്കുക എന്നതൊക്കെ പാർട്ടിക്ക് വലിയ നാണക്കേടല്ലേ? ഹലോ, പറഞ്ഞോട്ടെ. സുരേഷ് ബാബു, എന്റെ ചോദ്യം കേട്ടുവെങ്കിൽ പറയാം. കേട്ടോ. ഇതില് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങള്